ഈ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ് കേട്ടോ. ഈ വീഡിയോയിൽ കാണുന്ന എല്ലാ സാധനങ്ങളും കൂണൊഴികെ മമ്മിയുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് കേട്ടോ. കൂണ് വളരെ അപ്രതീക്ഷിതമായി കിട്ടിയതാണ്. മമ്മിക്ക് വളരെ സന്തോഷമായി. മമ്മി ഒരു 3-4 വർഷത്തോളമായിട്ട് ഇതുപോലെയുള്ള കൂണ് കഴിക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു. കാരണം ഈ കൂണ് അങ്ങനെ സുലഭമായിട്ട് ലഭിക്കുന്നതല്ലല്ലോ, പറമ്പിൽ തനിയെ ഉണ്ടാകുന്നതാണല്ലോ. അപ്പോൾ ഞാൻ മമ്മിയോട് പറഞ്ഞു, മമ്മി ഐശ്വര്യമുള്ള ആൾ കാല് കുത്തിയതുകൊണ്ടാണ് മമ്മിക്ക് കൂണ് ലഭിച്ചതെന്ന്. ചുമ്മാ കിടക്കട്ടെ, എന്നെ പുകഴ്ത്താൻ ഞാനല്ലാതെ വേറെ ആരാ ഉള്ളത്. എൻ്റെ കുട്ടിക്കാലത്തെ വീട്ടിൽ അത്യാവശ്യം നല്ല രീതിയിൽ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അന്ന് നല്ല ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഭയങ്കര അധികം മടിയായിരുന്നു. എനിക്ക് ഇതുപോലത്തെ ഭക്ഷണമൊക്കെ കണ്ണിന് നേരെ കാണാൻ പാടില്ലായിരുന്നു. ഇങ്ങനത്തെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് മമ്മിയുടെ നിന്ന് കുറേ അടി കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് ഞാൻ ഈ ഭക്ഷണങ്ങളുടെ വാല്യൂ തിരിച്ചറിയുകയാണ്, മൂല്യം തിരിച്ചറിയുകയാണ്. നല്ല ആരോഗ്യകരമായ ഭക്ഷണം കഴിച്ചാൽ മാത്രമാണ് നമുക്ക് നല്ല ആരോഗ്യം ലഭിക്കുകയുള്ളൂ. ടൗൺ ലൈഫൊക്കെ ആയപ്പോഴത്തേനും ശരിക്കും പറഞ്ഞാൽ ജൈവകൃഷിയിൽ ഉണ്ടാകുന്ന ഭക്ഷണങ്ങളുടെ വിലയൊക്കെ ഓർത്ത് ഞാൻ സങ്കടപ്പെടാറുണ്ട്. ഞാൻ എത്രയോ ഭക്ഷണങ്ങൾ കഴിക്കാതിരുന്നിട്ടുണ്ട്, അല്ലെങ്കിൽ വീട്ടുകാർ നിർബന്ധിച്ചിട്ടും കഴിക്കാതിരുന്നിട്ടുണ്ട്. മമ്മി തരുന്ന പല ഭക്ഷണ സാധനങ്ങളും മമ്മി കാണാതെ പറമ്പിലേക്ക് എറിഞ്ഞു കളഞ്ഞിട്ടുണ്ട്. അഹങ്കാരി. അല്ല കേട്ടോ, അന്ന് ഞാൻ കുഞ്ഞായിരുന്നു. പിന്നെ ആരോഗ്യകരമായ ഭക്ഷണത്തെക്കുറിച്ചൊന്നും എനിക്ക് അത്ര വലിയ അറിവില്ലായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ അങ്ങനെയല്ലല്ലോ, ഞാനൊരു ആരോഗ്യ പരിശീലകയാണല്ലോ. വീട്ടിൽ വന്നിട്ട് സാധനങ്ങളുടെ ഈ ഒരു വീഡിയോ എടുത്തപ്പം എനിക്ക് വലിയൊരു നഷ്ടബോധം തോന്നി. കാരണം പറമ്പിൽ നിന്ന് സാധനങ്ങൾ പറിക്കുന്നതോ അങ്ങനെയുള്ള വീഡിയോസ് ഒന്നുമില്ലല്ലോ. പറമ്പിൻ്റെ ചെറിയൊരു പോർഷൻ മോൻ സ്റ്റോറി ഇടാൻ വേണ്ടി എടുത്തതാണ്. അങ്ങനെ ഒരു വീഡിയോ ഒന്നും എടുക്കാനുള്ള സാഹചര്യത്തിലായിരുന്നില്ല. കാരണം മമ്മിക്ക് കാലിന് വയ്യാത്തതുകൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് ലോങ് ഡിസ്റ്റൻസ് ഇരുന്ന് വരണമല്ലോ. അപ്പം മമ്മീനെ കൊണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലത്തെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വഴക്ക്. ഞങ്ങൾ രാത്രി 12 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പം ത്രൂ ഔട്ടുള്ള ജേണി അവർക്കും ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്. ഇനിയൊന്ന് 2 മണിക്കൂർ ആകെ ഞങ്ങൾ വീട്ടിൽ സ്പെൻഡ് ചെയ്തുള്ളൂ. ബാക്കി മൊത്തം ട്രാവലിംഗ് ആയിരുന്നു. ആ 2 മണിക്കൂർ എന്താ പറയുക, മമ്മി ഇങ്ങനെ ഓരോ സാധനങ്ങൾ എടുക്കുക പറിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ അവിടെ പോയ എക്സൈറ്റ്മെൻറ്റ് ഓടി നടക്കുക അങ്ങനെ. പക്ഷെ ഭയങ്കര ഒരു നഷ്ടബോധം തോന്നിയത്. ചില കാര്യങ്ങൾ നമ്മൾ തിരിച്ചറിയാൻ വളരെ വൈകും, അല്ലെങ്കിൽ ചിലതൊക്കെ നമുക്ക് ഭയങ്കര നഷ്ടബോധം തോന്നുന്ന പല കാര്യങ്ങളും നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കാറുണ്ടല്ലേ.